പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേരൂർക്കട തെക്കൻ പരുമല സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് പ്രമുഖരായ വ്യക്തികളുടെ സന്ദേശങ്ങൾ, പ്രബോധനങ്ങൾ ലോക്ക്ഡൗൺ ഉൾക്കാഴ്ച എന്ന പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധം ചെയ്തിരുന്നത് ഏവരും ശ്രദ്ധയോട് കേട്ടതിൽ സന്തോഷം. ഡോക്ടർ സി ജോൺ മണിക്കർ, ഡോക്ടർ അരുൺ വി നായർ, ഡോക്ടർ മാത്യു ഐക്ക് തുടങ്ങിയവരുടെ പ്രൗഢങ്ങളായ സന്ദേശങ്ങൾ പ്രയോജനപ്പെട്ടതായി ധാരാളം ആളുകൾ സാക്ഷിക്കുകയുണ്ടായി. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് വളരെ പ്രഗത്ഭയായ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ അഡീഷണൽ പ്രൊഫസർ, ഹെഡ് ആൻഡ് നെക്ക് സർജറി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സർജിക്കൽ ഓൺകോളജി, ഡോക്ടർ എലിസബത്ത് മാത്യു ഐക്ക്. ഡോക്ടർ എലിസബത്ത് മാത്യു ഐക്ക് 20 വർഷങ്ങളായി 20 വർഷത്തെ പരിചയത്തോടുകൂടെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സർജനാണ്. വളരെ പ്രഗത്ഭയായ ഡോക്ടർ എലിസബത്ത് വളരെ പ്രൗഢങ്ങളായിട്ടുള്ള നാഷണൽ ഇൻ്റർനാഷണൽ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഡോക്ടർ എലിസബത്തിനെ കേൾക്കാൻ നമുക്കിന്ന് വളരെ സന്തോഷമുണ്ട്. ചുരുക്കമായ ചില വാക്കുകൾ മാത്രം എലിസബത്തിനെ കുറിച്ച് ഓർപ്പിച്ചില്ലെങ്കിൽ അത് കൃത്യവിലോപമായി പോകും. നേടിയിട്ടുള്ള അവാർഡുകളുടെ എണ്ണം വളരെ വലുതാണ്. ഡോക്ടർ എസ് കമലേശ്വര ഗോൾഡ് മെഡൽ അവാർഡ് ഫോർ DNB ENT exam 1998, UICC ICR ETT fellowship in voice conservation surgery from New York 2003, NCI fellowship in craniofacial surgery in MSKCC New York 2005, training in head and neck surgery in MD Anderson Cancer Center, Houston, USA 2005, Savdaware Fellowship in Basic Science Research, Molecular Epidemiology of Carcinoma larynx, UICC ICRE TT Fellowship from University Hospital, Kiel, Germany, gold medal for the best research paper at the 16th of FHNO conference at Delhi 2016, PhD in head and oncology from Kerala University 2016, Karma Yogi Award for the best women doctor of International Women's Day by the Rotary Club, Trivandrum 2014, Karma Ratna Award for service as cancer specialist in 2015, Global Online International Fellowship in Head and Neck Oncosurgery in 2017 തുടങ്ങിയ പ്രശസ്തങ്ങളായ നാഷണൽ ഇൻ്റർനാഷണൽ അവാർഡുകൾ നേടിയ പ്രിയപ്പെട്ട ഡോക്ടർ എലിസബത്ത് മാത്യു ഐക്ക് 46-ൽ പരം പ്രശസ്തങ്ങളായ പ്രൗഢങ്ങളായ നാഷണൽ ഇൻ്റർനാഷണൽ ജേണൽസിൽ പ്രസിദ്ധം ചെയ്തിട്ടുള്ള ലേഖനങ്ങളുടെ കർത്താവാണ്. അതുപോലെ തന്നെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ക്യാൻസർ കോൺഫറൻസസ്, ഈ കോൺഫറൻസുകളിലെല്ലാം പ്രത്യേക ക്ഷണിതാവായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കടന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ എലിസബത്തിൻ്റെ ശുശ്രൂഷയെ സന്തോഷത്തോടെ മാനിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ അംഗവും വളരെ പ്രശസ്തനായ, കഴിഞ്ഞ ദിവസം നമുക്ക് സന്ദേശം നൽകിയ ഡോക്ടർ മാത്യു ഐക്കിൻ്റെ പത്നിയുമാണ് ഡോക്ടർ എലിസബത്ത്, ഹെലൻ എന്ന് വിളിക്കുന്ന ഡോക്ടർ എലിസബത്ത്. വളരെ പ്രൗഢമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ഡോക്ടർ ഹെലൻ എന്ന് വിളിക്കുന്ന ഡോക്ടർ എലിസബത്തിൻ്റെ ശുശ്രൂഷ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ RCCയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ശുശ്രൂഷയല്ല. പൊതുരംഗത്ത് വളരെ ഭംഗിയായി ശുശ്രൂഷ ചെയ്യുകയും സഭയുടെയും നമ്മുടെ പല ആത്മീയ പ്രസ്ഥാനങ്ങളിലും ഒക്കെ സന്ദേശം നൽകുവാനും ഞങ്ങളൊക്കെ പലപ്പോഴും ഈ എലിസബത്തിനെ വിളിക്കാറുണ്ട്. വളരെ സന്തോഷത്തോടെ കടന്നു വരാറുണ്ട്. വളരെ തിരക്കുള്ള ജോലി തിരക്കിനിടയിലും
തൻ്റെ ശുശ്രൂഷ ബാഹല്യത്തിനിടയിലും ഈ കാര്യം അറിയിച്ചപ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ഇതിനു വേണ്ടി ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി ക്യാൻസർ എന്താണ്, അതിനെ ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നമ്മോട് ഇന്ന് വിശദീകരിക്കുന്നു ഡോക്ടർ ഹെലൻ അല്ലെങ്കിൽ ഡോക്ടർ എലിസബത്ത്. പ്രത്യേകമായി തെക്കൻ പരുമല സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ഇടവകയുടെയും തെക്കൻ പരുമല യുവജന പ്രസ്ഥാനത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള പ്രത്യേക സന്തോഷം രേഖപ്പെടുത്തുന്നു. ഡോക്ടർ എലിസബത്തിൻ്റെ വാക്കുകൾക്ക് കാതോർക്കാം. അടുത്തയാഴ്ച മറ്റൊരു പ്രമുഖ വ്യക്തിയിൽ നിന്ന് മറ്റൊരു സന്ദേശം നമുക്ക് കേൾക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ എലിസബത്ത് മാത്യു ഐ, ട്രിവാൻഡ്രം റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ സർജിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡ് ആൻഡ് നെക്ക് സർജനായിട്ട് ജോലി ചെയ്യുന്നു. പേരൂർക്കട തെക്കൻ പരുമല സെയിൻറ്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ലോക്ക്ഡൗൺ ഉൾക്കാഴ്ചകൾ എന്ന സീരീസിലേക്ക് എന്നെ ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ട് ക്ഷണിച്ച ഇടവക വികാരിയോടും യുവജന പ്രസ്ഥാന അംഗങ്ങളോടുമുള്ള നന്ദി അറിയിച്ചു. എനിക്കിന്ന് സംസാരിക്കാൻ തന്ന വിഷയം ക്യാൻസർ അവബോധം എന്നുള്ളതാണ്. ക്യാൻസറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ നമ്മളെ അലട്ടുന്ന ഒരു COVID-19 എന്ന മഹാമാരിയെക്കുറിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ നാം നിങ്ങളുമായി പങ്കുവച്ചതിന് ശേഷം എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. COVID-19 എന്ന മഹാമാരിയിൽ ലോക ജനതയാകെ പകച്ചു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ, നാം ഇപ്പോൾ വീടുകളിൽ സുരക്ഷിതമായി നമ്മുടെ കുടുംബത്തോടൊപ്പം ആരോഗ്യത്തോടും സുഖത്തോടും താമസിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ളവർ കഷ്ടപ്പെടുന്നത് നാം കാണുന്നു. ലക്ഷങ്ങൾ മരിക്കുന്നു, രോഗം ബാധിക്കുന്നവർ അനേകായിരങ്ങൾ. നമ്മളുടെ ഒപ്പമുള്ള അതിഥി തൊഴിലാളികൾ വളരെ മൈലുകൾ ദൂരം നടന്ന് അവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോകുന്നു. പട്ടിണിയിലും കഷ്ടപ്പാടിലും ജീവിക്കുന്ന ജനങ്ങൾ, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്ന രാജ്യങ്ങൾ. ചുറ്റുപാട് നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നമുക്കൊന്ന് രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതല്ലേ. നാം ഓരോരുത്തരും ഇപ്പോൾ മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ പ്രപഞ്ചത്തിലെ അഖില ചരാചരങ്ങളിൽ നാം മനുഷ്യനെന്ന സ്പീഷീസ് എത്ര നിസ്സാരമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ഇത്രയും നാൾ നേടിയ നമ്മുടെ സമ്പത്തോ ബുദ്ധിയോ ആരോഗ്യമോ സൗന്ദര്യമോ ഒന്നും ശാശ്വതമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. നമ്മുടെ ഫ്യൂച്ചർ, നമ്മളുടെ കുട്ടികളുടെ ഭാവി, ഇതെല്ലാം വളരെ ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, നമ്മൾ ഭൂതകാലത്തേക്ക് നോക്കി വ്യാകുലപ്പെടാതെ നമുക്ക് വൺ ഡേ അറ്റ് എ ടൈം എന്നുള്ള ഒരു തത്വം മാത്രം ചിന്തിക്കാം. ഓരോ ദിവസത്തേക്കും നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ ഏറ്റവും വിശ്വസ്തമായിട്ട് ചെയ്തു തീർക്കുക. നമ്മുടെ സഹജീവികളുമായിട്ട് അങ്ങേയറ്റം യൂണിറ്റിയിൽ പോവുക. കാരണം മതം, രാഷ്ട്രീയം, ജാതി എന്നിവയൊന്നും മനുഷ്യരെ തമ്മിൽ അകറ്റാതിരിക്കുക. എല്ലാവരോടും സഹവർത്തിച്ച് സമാധാനമായി മുൻപോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മളുടെ കഴിവ്, സമയം, ബുദ്ധി, പൈസ ഇവയെല്ലാം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുത്തി ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ആമുഖത്തോടു കൂടി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ക്യാൻസറിൻ്റെ ഒരു അവബോധം ചുരുങ്ങിയ നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഈ ഒരു COVID-19 മഹാമാരിയെ പോലെ തന്നെ നമ്മളുടെ ലോകത്ത് ക്യാൻസർ ഡെത്ത് വളരെയധികം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 2000 ആണ്ടിലൊക്കെ മരണനിരക്കിൽ ഏറ്റവും ആദ്യത്തെ 3-4 കാരണങ്ങളിൽ ഒന്നായിരുന്നു ക്യാൻസർ. പക്ഷേ ഈ 2020 ആണ്ടിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് ക്യാൻസർ ഡെത്ത്. ഏകദേശം ലോകം മുഴുവനുള്ള കണക്കെടുത്ത് നോക്കിയാൽ 130 ലക്ഷത്തോളം ആൾക്കാരാണ് ഒരു വർഷം ക്യാൻസർ രോഗബാധിതരാകുന്നത്. അതിൽ തന്നെ 83 ലക്ഷം ആൾക്കാരോളം ഒരു വർഷം ക്യാൻസർ മുഖാന്തരം മരണത്തിനടിമപ്പെടുന്നു. ഇന്ത്യയിൽ തന്നെ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നവരുടെ ഏകദേശം കണക്ക് 13 ലക്ഷത്തോളമാണ് ഒരു വർഷം. അപ്പം ഇത്രയും മനുഷ്യരെ കാർന്നു തിന്നുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. ക്യാൻസർ മൂലം മരണമടയുന്നവരുടെ നമ്പറുമുണ്ട്.
സയൻസൊക്കെ ഇത്രയും പുരോഗമിച്ചിട്ടും ക്യാൻസറിൻ്റെ ഡെത്തുകൾ ഇത്രയുമാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ട് ഇന്നുള്ളത് കുറച്ച് പോയിന്റ്സ് ക്യാൻസറിനെ കുറിച്ച് ഞാൻ പറയാം. എന്താണ് ക്യാൻസർ? ശരീരത്തിൽ ഏതൊക്കെ ഭാഗത്തെ ക്യാൻസർ ബാധിക്കുന്നു? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പരിശോധനാ രീതികൾ? എന്തൊക്കെയാണ് ചികിത്സാ സമ്പ്രദായങ്ങൾ? ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് എന്തെല്ലാമാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്? ക്യാൻസർ രോഗ ചികിത്സയ്ക്ക് ശേഷം എങ്ങനെയായിരിക്കണം ഒരു ക്യാൻസർ രോഗിയുടെ ജീവിതം? ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു. എന്താണ് ക്യാൻസർ? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പലതരം സെല്ലുകൾ കൊണ്ടാണ്, കോശങ്ങൾ. നോർമൽ സെല്ലുകൾ സാധാരണഗതിയിൽ മൾട്ടിപ്ലൈ ചെയ്യും, അതിൻ്റെ ടൈം കഴിയുമ്പോൾ നശിച്ചു പോകും. ഒരു ജീനിനൊരു മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് മ്യൂട്ടേഷൻ വരാം, അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഒരു മ്യൂട്ടേഷൻ വന്ന ജീനിനാണ് നമ്മൾ ക്യാൻസർ ജീൻ അല്ലെങ്കിൽ ഓങ്കോജീൻ എന്ന് പറയും. ആ ഓങ്കോജീൻ കാരണം നമ്മളുടെ ശരീരത്തിലുള്ള കോശങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരും, മൾട്ടിപ്ലൈ ചെയ്യും. അൺകൺട്രോൾഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഭാഗത്താണ് വരുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ക്യാൻസർ അഥവാ അർബുദം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നിയന്ത്രണീതമായി വർദ്ധിച്ചു വരുന്ന ക്യാൻസർ കോശങ്ങൾ ആ അവയവത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് ക്യാൻസർ അവിടെ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ രക്തക്കുഴൽ, ലിംഫ് വെസൽസ് ഇതിൽ കൂടി ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ബാധിക്കുമ്പോഴാണ് നമ്മൾ മെറ്റസ്റ്റേസിസ് അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ തൈറോയിഡിലുള്ള ഒരു ക്യാൻസർ സ്പ്രെഡ് ചെയ്ത് ശ്വാസകോശം, ലങ് അല്ലെങ്കിൽ ബോണ്, തലച്ചോറ് ഇങ്ങനെ പോകുന്ന മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത് മെറ്റസ്റ്റേസിസ് ആയി എന്ന് പറയുന്നത്. അത് വളരെ ലളിതമായി ക്യാൻസർ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ശരീരത്തിലെ ഏത് അവയവത്തെയും ക്യാൻസർ ബാധിക്കാം. ഉദാഹരണത്തിന് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ചുരുക്കമായിട്ട് പറയാം. ക്യാൻസറിൻ്റെ ഉദാഹരണത്തിന് വായിൽ ക്യാൻസർ ഉള്ള രോഗിക്ക് എന്തൊക്കെയായിരിക്കാം അതിൻ്റെ ലക്ഷണങ്ങൾ? വായിൽ നമുക്കുള്ളത് നാവ്, കവിൾ, മോണ, അണ്ണാക്ക്, ചുണ്ട്, ഇതെല്ലാം ഈ ഭാഗങ്ങളെല്ലാം കൂടി ചേർന്ന ഭാഗമാണ് വായ എന്ന് പറയുന്നത്. അതിലൊരു തടിപ്പായിട്ടോ അൾസറായിട്ടോ അല്ലെങ്കിൽ ചില പാടുകളായിട്ടോ ഉണങ്ങാത്ത ചില അൾസറായിട്ടൊക്കെ വരുന്നതാണ് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം. നമ്മൾ സാധാരണയായി കണ്ടുവിടുന്ന ആഫ്തസ് അൾസർ ഇതൊക്കെ വരാം, പക്ഷേ അത് 1-2 ആഴ്ച കൊണ്ട് നമുക്കത് മാറിക്കിട്ടും. പക്ഷേ ഈ ഉണങ്ങാതെ വരുന്ന ചില അൾസർ, തടിപ്പ്, വേദന വരാം, വേദന ഇല്ലാതിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യുക, വായിൻ്റെ മോണയുടെ അവിടുന്ന് ബ്ലീഡ് ചെയ്യുക, പല്ല് ഇളകുക, അല്ലെങ്കിൽ വെപ്പ് പല്ല്, ഡെഞ്ചർ വെക്കുന്നവർക്ക് അവിടെ ഒരു അൾസർ വരിക, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മളൊരു ആരോഗ്യ വിദഗ്ധനെ, ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. തൊണ്ടയിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ: ഒച്ചയടപ്പ്, സാധാരണഗതിയിൽ 2-3 ആഴ്ചയ്ക്ക് ശേഷവും നമ്മളുടെ ശബ്ദമടപ്പ് മാറി വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ശ്വാസമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ, ഭക്ഷണം വിഴുങ്ങാനായിട്ട് പ്രയാസമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ രക്തം ചുമച്ചു തുപ്പുക, ഇതൊക്കെ തൊണ്ടയിലുള്ള അർബുദത്തിൻ്റെ ലക്ഷണങ്ങളാണ്. തൈറോയിഡ് ഗ്രന്ഥി, നമുക്കെല്ലാം അറിയാം, കഴുത്തിൻ്റെ മുൻഭാഗത്തുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ്. അതിൽ മുഴകളായിട്ട് വരികയോ അല്ലെ കഴുത്തിൻ്റെ 2 വശങ്ങളിൽ കടലുകളായിട്ട് പ്രത്യക്ഷപ്പെടുകയോ ചെയ്താലും അത് നമുക്ക് സംശയമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ശ്വാസകോശത്തിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ: രക്തം ചുമച്ചു തുപ്പുക, ശബ്ദവ്യത്യാസം വരിക, ശ്വാസം മുട്ടൽ, നിർത്താതെയുള്ള ചുമ, ഇവയെല്ലാം അതിൻ്റെ ലക്ഷണങ്ങളാകാം. താഴോട്ട് പോവുകയാണെങ്കിൽ ആമാശയം. സ്റ്റൊമക് ക്യാൻസറിൽ നമുക്ക് വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുക, ഛർദി ഉണ്ടാവുക, ഇതെല്ലാം അതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നീടുള്ളത് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. കുടലിലുള്ള ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ: മലത്തിൽ കൂടി രക്തം പോവുക, അല്ലെങ്കിൽ ഇടവിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, ലൂസ് സ്റ്റൂൾ അങ്ങനെ വരിക, വയറ്റിൽ മുഴയായിട്ട് പ്രത്യക്ഷപ്പെടുക, ഇതൊക്കെ വരാം. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതിൽ മൂത്രതടസ്സം, ഒരു 50 വയസ്സുള്ള പുരുഷന്മാരിൽ മൂത്രതടസ്സം, മൂത്രത്തിൽ കൂടി രക്തം പോവുക, അല്ലെങ്കിൽ ബാക്ക് പെയിൻ, അത് ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ല, അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീകളിൽ സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയകള ക്യാൻസറിൽ
മെനോപോസൽ പോസ്റ്റ് മെനോപോസൽ ലേഡീസിനുള്ള രക്തം പോക്ക് അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ബ്രസ്റ്റിലുള്ള മുഴകൾ, തടിപ്പ്, നിപ്പിളിൽ കൂടിയുള്ള ഡിസ്ചാർജസ്, തൊലിപ്പുറത്തുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എന്തായാലും ശ്രദ്ധിച്ച് അടുത്തുള്ള ഡോക്ടറെ കാണേണ്ടതാണ്. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന ക്യാൻസർ പല ഭാഗങ്ങളിൽ ബാധിക്കുന്ന ലക്ഷണങ്ങൾ. പിന്നെ വരാവുന്നത് നമ്മുടെ ബ്ലഡ് ക്യാൻസേഴ്സ്, ലുക്കീമിയ, ലിംഫോമ, ഇങ്ങനെയുള്ള ക്യാൻസറുകളിലൊക്കെ നമുക്ക് ഇടവിട്ട് പനി വരിക, നിർത്താതെ പല രീതിയിലുള്ള അണുബാധകൾ വരിക, അല്ലെങ്കിൽ നമുക്ക് ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ, ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാം. പിന്നെ കോമൺ ആയിട്ട് ഇന്ത്യയിൽ കാണപ്പെടുന്ന ക്യാൻസർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, പുരുഷന്മാരിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത് ലങ് ക്യാൻസർ, പിന്നീടുള്ളത് വായിൽ തൊണ്ടയിലെ ക്യാൻസർ, പിന്നെ സ്റ്റൊമക് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്തനാർബുദം തന്നെയാണ്, ബ്രസ്റ്റ് ക്യാൻസർ, പിന്നീട് തൈറോയിഡ്, പിന്നീട് സെർവൈക്കലത അഥവാ ഗർഭാശയമുള്ള ക്യാൻസർ. അപ്പം നാം ക്യാൻസർ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളും കണ്ടു. ഇനി ഇതെങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ പരിശോധനകളാണ് ക്യാൻസർ? ഇത് ജസ്റ്റ് ഒരു സാധാരണ മനുഷ്യർക്ക് അറിയാൻ വേണ്ടിയുള്ള ഒരു ഓവർവ്യൂ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പരിശോധനകൾ നമുക്കെല്ലാം അറിയാം. ഒരു ബയോപ്സി അല്ലെങ്കിൽ അതിൽ നിന്നൊരു ദശയെടുത്ത് ക്യാൻസർ സെല്ലിനെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടി ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധന. ബയോപ്സി പല രീതിയിലുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ OPയിൽ വെച്ച് ചെയ്യാവുന്ന ഒരു പരിശോധനയാണ് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി, FNAC. ഒരു സൂചി കൊണ്ട് കുത്തി പരിശോധിച്ച് കോശങ്ങൾ എടുത്തൊരു പെത്തോളജി ഡോക്ടർ സ്ഥിരീകരിക്കുന്നതാണ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണ് FNAC. പിന്നീട് നമുക്കൊരു അൾസറുള്ള ഭാഗത്തല്ലേ വായിലൊരു വളർച്ചയുള്ള ഭാഗത്തുനിന്നൊരു ദശയെടുത്ത് പരിശോധനയ്ക്ക് വിടാം. അതാണ് ബയോപ്സി. അത് നമുക്ക് മൈനർ തിയേറ്ററിലോ OPയിലോ വെച്ച് ചെയ്യാം. ആ ദശയെടുത്ത് പരിശോധനയ്ക്ക് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കി ക്യാൻസർ കണ്ടുപിടിക്കാം. പിന്നീടുള്ള പരിശോധനകൾ പലതരം സ്കാനിങ്ങുകളാണ്. CT സ്കാൻ, MRI, PET സ്കാൻ എന്നിങ്ങനെ പല രീതിയിലുള്ള സ്കാനിങ്ങുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവയെല്ലാം പല രീതിയിൽ നമുക്ക് ഇന്ന ഭാഗത്ത് ക്യാൻസർ വളരുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാം. പിന്നീട് ബ്രസ്റ്റിന് പ്രത്യേകമായിട്ടുള്ളതാണ് മാമോഗ്രാം. അതൊരു എക്സ്റേ പരിശോധനയാണ്. ബ്രസ്റ്റിൽ മുഴകളായിട്ടോ അബ്നോർമലായിട്ട് എന്തെങ്കിലും തടിപ്പോ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നീട് എൻഡോസ്കോപ്പി പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു കുഴൽ കടത്തി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ. എക്സാമ്പിളായിട്ട് ബ്രോങ്കോസ്കോപ്പി, ഈസോഫാഗോസ്കോപ്പി, കൊളോനോസ്കോപ്പി, ഏത് ഭാഗത്തൂടെയാണേലും കണ്ടുപിടിച്ച് ആ അവയവത്തിൽ ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന എൻഡോസ്കോപ്പി പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ ചിലതരം ബ്ലഡ് പരിശോധനകളിൽ കൂടി നമുക്ക് ചിലതരം ട്യൂമർ മാർക്കേഴ്സ് കണ്ടുപിടിക്കാം. എക്സാമ്പിൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് PSA, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ, അല്ലെങ്കിൽ CEA, CA120, ഇങ്ങനെ പല രീതിയിലുള്ള ട്യൂമർ മാർക്കേഴ്സ് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചില പരിശോധനകളിൽ കൂടിയാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ പോയി കാണുകയും ആ ഡോക്ടറുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഒരു ഡോക്ടറുടെ പരിശോധനകളിൽ കൂടിയാണ് ഏറ്റവും നന്നായിട്ട് നമുക്കൊരു സംശയം ക്യാൻസർ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിനുശേഷമാണ് ഈ മേളിൽ പറഞ്ഞ പരിശോധനകളെല്ലാം ചെയ്യേണ്ടത്. ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തതിന് ശേഷം ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ? എല്ലാവർക്കും അറിയാം 3 തരം ചികിത്സാ രീതികളാണ്: സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി. ഓരോന്നായിട്ട് നമുക്ക് ചുരുക്കമായിട്ട് പറയാം. സർജറി, ഓപ്പറേഷൻ, ശസ്ത്രക്രിയ. എന്താണ് ഈ സർജറി? സാധാരണ സർജറി പോലല്ല. ക്യാൻസർ ചികിത്സയ്ക്ക് ക്യാൻസർ ബാധിച്ച ഭാഗം നമ്മൾ ചുറ്റുമുള്ള നോർമൽ ടിഷ്യൂ അല്ലെങ്കിൽ ആ കോശങ്ങളെയും കൂടി ചേർത്തായിരിക്കും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, സർജറി ചെയ്യുന്നത്. കാരണം നമുക്ക് ക്യാൻസർ കോശങ്ങളൊന്നും ബാക്കി വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് അതിനൊരു മാർജിൻ എടുത്ത് ചുറ്റുമുള്ള നോർമൽ ടിഷ്യൂ കൂടി എടുത്ത് മാറ്റേണ്ടി വരും. ഉദാഹരണത്തിന് നാവിലൊരു തടിപ്പ് വന്നെന്നിരിക്കട്ടെ, 2 സെൻറ്റിമീറ്റർ തടിപ്പുണ്ടെങ്കിലും നമ്മൾ ചുറ്റും ഒരു എക്സ്ട്രാ 2 സെൻറ്റിമീറ്ററും കൂടി എടുത്തെങ്കിൽ മാത്രമേ ക്യാൻസറിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഒരു റാഡിക്കലായിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയറാണ് ക്യാൻസറിൻ്റെ സർജറി എന്ന് പറയുന്നത്. അപ്പം
തീർച്ചയായും നമുക്കറിയാം, ഒരു അവയവം എടുത്തു മാറ്റിയാൽ, അതിൻ്റെ ഭാഗികമായോ പൂർണ്ണമായോ എടുത്തു മാറ്റിയാൽ ആ അവയവത്തിൻ്റെ ഫങ്ഷൻ അഫക്റ്റ് ചെയ്യും. ഞാൻ ഉദാഹരണമായിട്ട് നാക്കിൻ്റെ കാര്യം തന്നെ പറയാം. ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെ 4 സെൻറ്റിമീറ്റർ അല്ലെ നാക്കിൻ്റെ പകുതി എടുത്തു മാറ്റുന്ന ഒരു രോഗിക്ക് തീർച്ചയായിട്ടും സംസാരം അഫക്റ്റഡ് ആവും, വിഴുങ്ങാനുള്ള ഫങ്ഷൻ അഫക്റ്റഡ് ആവും. കാരണം വിഴുങ്ങുന്ന മസിലുകളെല്ലാം നാക്കും അതിൻ്റെ ചുറ്റുമുള്ള മസിലുകളാണ്. അപ്പം സംസാരം, ഭക്ഷണ സാധനങ്ങൾ ഇറക്കാൻ ഇതൊക്കെ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ കവിളിലെ ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ, ഉമിനീർ ഗ്രന്ഥികളുടെ ക്യാൻസർ, ഇതൊക്കെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയാൽ നമ്മളുടെ മുഖത്തിൻ്റെ ആകൃതി മാറാം, നമ്മളുടെ ഭക്ഷണം കഴിക്കാനുള്ള രീതികൾ മാറും, സംസാരത്തിൻ്റെ രീതി മാറും. കഴുത്തിലെ കടലകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈകൾ പൊക്കാനും ഷോൾഡർ മൂവ്മെൻ്റ് എല്ലാം അഫക്റ്റഡ് ആകാം. ഇതൊക്കെ ആ ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചിലതരം മോർബിഡിറ്റീസാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. രോഗിക്ക് ഓപ്പറേഷന് മുമ്പ് ഡോക്ടറുമായിട്ട് ചോദിച്ചറിഞ്ഞ് ഇതെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ രോഗിയും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഓപ്പറേഷന് തയ്യാറാകാവൂ. ഉദാഹരണത്തിന് ആമാശയത്തിലാണെങ്കിൽ ആമാശയത്തിൻ്റെ ഭാഗം മുഴുവനായോ ഭാഗികമായോ എടുക്കാം. അതിന് പകരമായിട്ട് നമ്മൾ അവിടെ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് അതിനു വേണ്ടിയുള്ള പ്രക്രിയയൊക്കെ ഡോക്ടർമാർ ചെയ്യും. അതുപോലെ തന്നെ ഇൻഡസ്റ്റൈൽ ക്യാൻസർ ആണെങ്കിൽ ചിലപ്പോൾ കൊളോസ്റ്റമി വേണ്ടി വരും, പുറത്ത് ബാഗ് വെച്ചായിരിക്കാം മലം പോകുന്നത്. ത്രോട്ട് ക്യാൻസർ ആണെങ്കിൽ വോയിസ് ബോക്സ് എടുത്ത് മാറ്റിയാൽ ആർട്ടിഫിഷ്യൽ വോയിസിനുള്ള പരിപാടികളായിരിക്കും, സ്വതവേയുള്ള ശബ്ദം നഷ്ടപ്പെടും. അപ്പം ഇങ്ങനെയാണ് ശസ്ത്രക്രിയ ശേഷമുള്ള രോഗികളുടെ അവസ്ഥ. അപ്പം ചില സമയത്ത് നമുക്ക് ഓപ്പറേഷന് ശേഷം ഈ ഭാഗങ്ങൾ തനിയെ പിടിപ്പിക്കാൻ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ചില സമയത്ത് ആ ഭാഗം ഒരുപാട് എടുത്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വരും. അതായത് ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ഒരു ടിഷ്യൂ എടുത്ത് അവിടെ വെച്ച് പിടിപ്പിക്കണം. അതാണ് പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സ്. അപ്പം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എടുത്തു വയ്ക്കുന്ന ഒരു അവയവം എന്തായാലും നമ്മുടെ ഒറിജിനൽ അവയവത്തിൻ്റെ ഫങ്ഷന് ഈക്വൽ ആവില്ല. ഉദാഹരണത്തിന് വായിൽ ക്യാൻസർ വന്ന് നമ്മളൊരു ഭാഗം എടുത്ത് മാറ്റിയാൽ, അണ്ണാക്കോ കവിളിൻ്റെ ഭാഗമോ എടുത്ത് മാറ്റിയാൽ നമ്മൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ദശ എടുത്ത് വെച്ച് അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യും. അതിനുശേഷം ഈ നാവ് അനങ്ങുന്നത് പോലെ ആ ഭാഗം അനങ്ങില്ല. അതിന് നമ്മൾ സ്പീച്ച് തെറാപ്പി അല്ലെങ്കിൽ സ്വോളോയിങ് റീഹാബിലിറ്റേഷൻ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ആ രോഗിക്ക് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെക്കുന്ന ആ ഭാഗത്തെ സ്വഭാവം ആ ദശയ്ക്ക് കാണും. ഉദാഹരണത്തിന് പുരുഷന്മാരിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് എടുത്തു വെച്ചാലും രോമ വളർച്ച വായ്ക്കുള്ളിലായാലും വരാം. രോഗി ഓപ്പറേഷന് മുമ്പ് ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓപ്പറേഷന് ശേഷം ഇപ്പോൾ രോമ വളർച്ച ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞതുപോലെ ആ രോഗി എങ്ങനെയത് രോമ വളർച്ചയെ നമുക്ക് കൺട്രോൾ ചെയ്യാം, എങ്ങനെയാണ് അതിന് ശേഷം ഭക്ഷണം കഴിക്കാം എന്നുള്ളതൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് രോഗിയും വീട്ടുകാരും അതിനോട് പ്രതികരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏത് ഭാഗത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞാലും പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഒരുവിധമൊക്കെ നമ്മളുടെ അവയവത്തിൻ്റെ ഫങ്ഷനൊക്കെ നിലനിർത്താൻ സാധിച്ചാലും കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അതിനാണ് നമ്മൾ ഈ റീഹാബിലിറ്റേറ്റീവ് ഓപ്ഷൻസ് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സ്പീച്ച് തെറാപ്പി, സ്വോളോയിങ് തെറാപ്പി, ഫിസിയോതെറാപ്പി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രോഗിക്ക് ഒട്ടുമുക്കാലും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി സാധാരണഗതിയിൽ ലൈഫ് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞതെല്ലാം ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. പിന്നീടുള്ളത് റേഡിയേഷൻ ചികിത്സയിൽ നാം റേഡിയേഷൻ കൊണ്ട് ആ ലോക്കലായിട്ടുള്ള നമ്മളുടെ ട്യൂമറിനെയും ചുറ്റുമുള്ള ഭാഗത്തെയും നമ്മൾ കോശങ്ങൾ നശിപ്പിക്കാനായിട്ടാണ് ചെയ്യുന്നത്. പിന്നീട് കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നുകൾ കൊണ്ട് ഇഞ്ചക്ഷൻ വഴിയോ അല്ലെങ്കിൽ വായിൽ ഗുളിക രൂപത്തിലോ കഴിച്ച് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് സ്പ്രെഡായിട്ടുണ്ടെങ്കിലും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനായിട്ടാണ് കീമോതെറാപ്പി. അത് ഒരു ഡോക്ടർ ഇത് ഏത് ചികിത്സാ രീതിയാണ് വേണ്ടതെന്ന് നമ്മൾ സാധാരണ ഒരു ട്യൂമർ ബോർഡ് കൂടി നിശ്ചയിച്ച് രോഗിക്ക് ചിലപ്പോൾ 1-2 ചികിത്സാ രീതികൾ മതി, സർജറി മതി, ചിലപ്പോൾ റേഡിയേഷൻ കൂടെ വേണം, ചിലപ്പോൾ കീമോതെറാപ്പി വേണം എന്നുള്ളതൊക്കെ നമ്മൾ ഏത് അവയവത്തെയാണ് ബാധിച്ചിരിക്കുന്നത്, ഏത് സ്റ്റേജാണ്, എന്ത് ടൈപ്പ് പെത്തോളജിയാണ്, ഇതെല്ലാം കൂടി തീരുമാനിച്ചതിന് ശേഷമാണ് ഒരു ട്യൂമർ ബോർഡ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഏത് വിധത്തിലുള്ള ചികിത്സകളാണ് വേണ്ടതെന്ന്. അത് നമ്മൾ ചികിത്സാ രീതികളെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം
നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റും പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ക്യൂർ ചെയ്യപ്പെടുന്ന ക്യാൻസറിനാണ് നമ്മൾ ഈ 3 രീതികളും ഒരുമിച്ച് പ്രയോഗിച്ച് രോഗികൾക്ക് സുഖം കൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. പാലിയേറ്റീവ് അഥവാ സാന്ത്വന ചികിത്സ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ലെങ്കിൽ സാന്ത്വന ചികിത്സ അല്ലെങ്കിൽ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അത് നമ്മൾ രോഗിക്ക് പെയിൻ റിലീഫ് കൊടുക്കുക, ശ്വാസമുട്ടുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക, ഭക്ഷണം കഴിക്കാനുള്ള ഫീഡിങ് ട്യൂബ് ഇടുക, പിന്നീട് അല്ലെങ്കിൽ വേദന സംഹാരികൾ കൊടുക്കുക. ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം രോഗിയെ സുഖത്തോടുകൂടി ഇരുത്തി ഒരു ഡിഗ്നിഫൈഡ് ഡെത്ത് കൊടുക്കാനായിട്ട് അതിനാണ് നമ്മൾ ആ രോഗിയെയും ഫാമിലി മെമ്പേഴ്സിനെയും ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. അത് നമ്മൾ ഹോസ്പിറ്റൽസിലോ ഹോസ്പൈസിലോ അല്ലെങ്കിൽ വീടുകളിലോ വെച്ച് നൽകാവുന്നതാണ് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. ക്യാൻസർ പ്രിവെൻഷന് അല്ലെങ്കിൽ പ്രതിരോധത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം 4/3 ഭാഗം ക്യാൻസറുകളും ജീവിതശൈലി രോഗമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്നതാണ് ഈ 4/3 തരം ക്യാൻസറുകൾ. അതിൽ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ടുബാക്കോ, പുകയിലയുടെ ഉപയോഗം വളരെയധികം ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. അതായത് പുകയില സ്മോക്കിംഗ് അല്ലെങ്കിൽ പാൻ ച്യൂയിങ്, മുറുക്കാൻ ചവയ്ക്കുക, അത് എന്ന് വെച്ചാൽ പുകയില ചവയ്ക്കുക അല്ലെങ്കിൽ പുകവലി. പിന്നെ മദ്യത്തിൻ്റെ ഉപയോഗം, ആൽക്കഹോളിസം, ഇതെല്ലാം പല തരം ക്യാൻസറുകൾക്കും കാരണമാകുന്നുണ്ട്. ഉദാഹരണത്തിന് 1-2 ഉദാഹരണം മാത്രം പറയാം. പുകയില രോഗം, സ്മോക്കിംഗ് കൊണ്ടുണ്ടാകുന്ന ശ്വാസകോശ ക്യാൻസർ, ത്രോട്ട് ക്യാൻസർ, വായിലുള്ള ക്യാൻസർ, ഇതെല്ലാം പുകയിലയുടെ ഉപയോഗം കൊണ്ട് വരാം. ആൽക്കഹോൾ കൊണ്ട് നമുക്ക് ആമാശയത്തിൻ്റെ ക്യാൻസർ, വായിൽ അന്നനാളത്തിൻ്റെ ക്യാൻസർ, ഇതെല്ലാം വരാം. അപ്പോൾ പുകയിലയും മദ്യപാനവുമുള്ള ആളുകളിൽ ഇത് വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിന് ജീവിതശൈലി രോഗം എന്ന് കൂടി പറയുന്നത്. വേറെ ഇത് എൽഡർലി ആൾക്കാർക്ക്, ഒരു 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് ക്യാൻസറിൻ്റെ വ്യാപ്തി കൂടുതലാണ്. പിന്നെ ഹൈ ഫാറ്റ് ഇൻടേക്ക്, കൊഴുപ്പ് കൂടിയ ഭക്ഷണം നമ്മൾ കൂടുതലായി കഴിച്ചാൽ ചിലതരം ക്യാൻസറുകൾ അവർക്ക് കൂടുതലായിരിക്കും. ബ്രസ്റ്റ്, കോളൻ ക്യാൻസർ, പ്രോസ്റ്റേറ്റ്, ഇതൊക്കെ ഹൈ ഫാറ്റ് ഇൻടേക്ക് ഉള്ളവർക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒബീസിറ്റി ഉള്ളവർക്ക് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുതലായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. വളരെ ഫ്രൈഡ് ആയിട്ടുള്ള, ചാർഡായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ചിലതരം ക്യാൻസറുകൾക്ക് കാരണമാകുന്നുണ്ട്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ, വെള്ളം, വായു പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ, ഇതെല്ലാം, വാട്ടർ, ഇതെല്ലാം കാരണങ്ങളാവുന്നുണ്ട്. പിന്നെ ചിലതരം വൈറസസ്, ഹെർപ്പിസ് സിംപ്ലെക്സ്, ഹെർപ്പിസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, എയ്ഡ്സ് വൈറസ്, ഇതിലെല്ലാം ക്യാൻസറിൻ്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ വൈറസിൻ്റെ ബാധ മൂലം. പിന്നീട് ഇമ്മ്യൂണോ സപ്രഷനുള്ള രോഗികളിൽ, ചിലതരം ട്രാൻസ്പ്ലാന്റ് നടക്കുന്നവർക്ക് ക്യാൻസറിൻ്റെ അസുഖം കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ഫിസിക്കൽ ഇനാക്ടിവിറ്റി, നേരത്തെ പറഞ്ഞതുപോലെ പൊണ്ണത്തടി, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ഒബീസിറ്റിയും നമ്മളുടെ ഇനാക്ടിവിറ്റി കൊണ്ടും നമുക്ക് ചിലതരം ക്യാൻസറുകൾക്ക് സാധ്യത കൂടുതലാണ്. നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഫാറ്റ് ഇൻടേക്ക് ഉള്ളവർക്ക് ചാൻസ് കൂടുതലാണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വൈറ്റമിൻ എ, സി ഒക്കെ കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് ക്യാൻസറിൻ്റെ ചാൻസ് വളരെ കുറവുമാണ്. അപ്പോൾ നമ്മൾ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും അയണും ഒക്കെയുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക. ഫാറ്റ് കണ്ടൻറ്റുള്ള ഫുഡ് വളരെ കുറവായിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ കാരണം നമുക്ക് കുറച്ച് തരം ക്യാൻസറുകൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസെക്ടിസൈഡ്സ്, നമ്മുടെ ഈ പറയുന്നത് പോലെ പച്ചക്കറിയിലും മറ്റ് ഫ്രൂട്ട്സിലുമൊക്കെ ഒരുപാട് പെസ്റ്റിസൈഡ്സും ഒക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം. അതൊക്കെ കഴുകി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നമുക്ക് കുറേയൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറിനുള്ള കോസസ് ഉണ്ട്. ഇതൊന്നും അല്ലാതെയും ക്യാൻസർ വരാം. പക്ഷേ ഈ ജീവിതശൈലി ചേഞ്ച്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് കുറേയൊക്കെ ക്യാൻസറിനെ പ്രതിരോധിക്കാം. ഇപ്പം നമ്മൾ കണ്ടത് ക്യാൻസർ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളും പരിശോധനാ രീതികളും ചികിത്സാ രീതികളും വളരെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞു. പിന്നീടുള്ളത് ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷമുള്ള രോഗികളുടെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്.
നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസറിൻ്റെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ എത്രയും വേഗം കാണിക്കുക. അത് നമ്മൾ ക്യാൻസറിൻ്റെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഭയപ്പെടാതെ ചികിത്സാ രീതികളുമായി മുമ്പോട്ട് പോവുക. ഡോക്ടറിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചികിത്സാ രീതികളൊക്കെ അവലംബിക്കുക. അവർ പറയുന്ന ചികിത്സകളൊക്കെയും എടുത്തതിന് ശേഷം നമുക്ക് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിൽ വേറെ ചികിത്സാ രീതികളില്ല എങ്കിലും ക്യാൻസറിനെ ചികിത്സിച്ച് ഭേദമാക്കിയാൽ നമ്മൾ ലൈഫ് ലോങ് നമുക്ക് ഫോളോ അപ്പ് വേണം. ആ ഡോക്ടറുമായിട്ട് അല്ലെങ്കിൽ ക്യാൻസർ സെൻറ്ററിൽ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് 3 മാസം കൂടിയോ 6 മാസം കൂടിയോ വർഷത്തിലൊരിക്കലോ ഒക്കെ ഫോളോ അപ്പിൻ്റെ ആവശ്യമുണ്ട്. കാരണം തിരിച്ചു വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും പിന്നീട് വരാതിരിക്കാനും ഒക്കെ നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ ഒരു ജീവിതത്തിൻ്റെ അവസാനമല്ല, ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ്. അത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഏർലി സ്റ്റേജിൽ ക്യാൻസർ 4 സ്റ്റേജായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന 90% നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. അതുകൊണ്ട് എത്രയും ഏർലി ഡിറ്റക്ഷനുള്ള ഒരു ഇമ്പോർട്ടൻസും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചികിത്സിച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് നമ്മുടെ ജോലിയിലേക്ക് മടങ്ങിപ്പോകാനും സാധാരണ രീതിയിലുള്ള ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കും. അതിനൊരു അവയർനെസ്സും ഒരു കൗൺസിലിങ്ങും രോഗിക്കും ഫാമിലി മെമ്പേഴ്സിനും ആവശ്യമാണ്. ശബ്ദമില്ലെങ്കിലും അല്ലെങ്കിൽ മുഖത്തിൻ്റെ ആകൃതി മാറിയെങ്കിലും നമുക്ക് ഒരു സോഷ്യൽ റീഹാബിലിറ്റേഷൻ നമുക്ക് രോഗിക്ക് കൊടുക്കുന്നതിൽ കൂടി സമൂഹത്തെ നേരിടാനും തിരിച്ച് രോഗാവസ്ഥ മാറി ജോലിയിലേക്ക് തുടരാനും ഒക്കെ സാധിക്കും. അപ്പം ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഞാൻ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. വളരെ വർഷങ്ങളായിട്ട് ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കിയ ഒരുപാട് രോഗികൾ ഞങ്ങളെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. മുമ്പോട്ടുള്ള ജീവിതം നമുക്ക് സാധാരണ രീതിയിൽ നയിക്കാനും സാധിക്കും. അപ്പം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ പ്രതിരോധിക്കാനും ഏർലി ഡിറ്റക്ഷനും ഒക്കെ ആദ്യമേ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ടും ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.